നമസ്കാരം. 2006 ക്രൈം മാഗസിനിലൂടെയാണ് തുടക്കമിട്ടത്. കുറച്ചുകാലം അവിടെ ജോലി ചെയ്തതിനു ശേഷം മറ്റു പല മേഖലകളിലും ജോലി ചെയ്തു. പിന്നീട് 2021 ഭാരത് ലൈവ് എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ വീണ്ടും വരുന്നത്. അവിടെ ജോലി ചെയ്ത 1.5 വർഷങ്ങൾക്കിടയിൽ എനിക്ക് എൻ്റേതായ ഒരു സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. അന്ന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തന്ന ഭാരത് ലൈവിൻ്റെ യഥാർത്ഥ ഉടമയായ ജസ്റ്റിൻ കെ സോളമൻ്റെ ദുരൂഹ മരണത്തിനു ശേഷം അവിടെ നിന്ന് പടിയിറങ്ങി. മറ്റു മാധ്യമങ്ങളിൽ നിന്ന് പല ഓഫറുകളുണ്ടായിട്ടും സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് 2023 ഓഗസ്റ്റ് 17 DNA ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിന് തുടക്കം കുറിച്ചു. അവാർഡുകൾ ചോദിച്ചു വാങ്ങുന്ന പലരെക്കുറിച്ചും എനിക്കറിയാം, പലരെയും നേരിട്ടറിയാം. പലരും അവാർഡുകൾ തരാമെന്നുള്ള വാഗ്ദാനവുമായി എൻ്റെ അടുക്കലും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്ത സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്തയുടെ പേരിലാണ് നിങ്ങൾ എനിക്ക് അവാർഡ് തരുന്നതെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്തരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ പേരിലാണ് നിങ്ങൾ എനിക്ക് അവാർഡ് തരുന്നതെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരെ സ്നേഹത്തോടെ മടക്കി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേർ എന്തിനു വേണ്ടി പോരാടിയോ അത് ഞങ്ങൾ നേടി. അതായത് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പിണറായി ഭരണത്തെ നിലം പതിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ കാരണം കൊണ്ടാണ് ഡോക്ടർ മോസസ് റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം റോയലിൻ്റെ കറേജിയസ് ജേർണലിസ്റ്റ് അവാർഡ് എനിക്കാണെന്ന് അറിയിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഇന്നലെ തിരുവനന്തപുരം റെസിഡൻസി ടവർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചവർക്കൊപ്പം ഞാനും ആ പുരസ്കാരം ഏറ്റുവാങ്ങി. അഭിമാനത്തോടു കൂടി പറയട്ടെ, ഞാൻ വ്യാജ ജേർണലിസം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടുകയും പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ കാല് പിടിച്ച് രക്ഷപ്പെടുകയും ചെയ്തിട്ടില്ല. ജോലി ചെയ്ത സ്ഥാപനമോ മറ്റാരുടെയെങ്കിലും വസ്തുവകകളോ വ്യാജരേഖ ചമച്ചോ കൃത്രിമമായോ ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ആരെയും ഞാൻ ഹണി ട്രാപ്പിൽപ്പെടുത്തിയിട്ടില്ല. ഇല്ലാത്തത് ഉണ്ടെന്നു കാണിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ എപ്പോഴും, എന്നും അങ്ങനെ തന്നെയായിരുന്നു. ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകൾ, ടിപ്പർ ഡ്രൈവറായിട്ടുണ്ട്, മീൻ വിറ്റിട്ടുണ്ട്, കൂലിപ്പണികൾ ചെയ്തിട്ടുണ്ട്, പ്രവാസിയായിരുന്നിട്ടുണ്ട്, അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും മീൻ വിൽപ്പനക്കാരൻ, ലോറിക്കാരൻ എന്നൊക്കെ ഒരു അധിക്ഷേപം പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ ഇനിയും എന്നെ കല്ലെറിയുന്നത് തുടരണം. കാരണം നിങ്ങളുടെ ഓരോ ഏറും എനിക്ക് മുന്നോട്ട് പായാനുള്ള ഇന്ധനമാണ്. നിർത്തരുത്, ഇനിയും തുടരുക. ഞാനും DNA ന്യൂസ് മലയാളവും എന്ന ഈ സ്ഥാപനവും ഇവിടെ വരെ എത്തിയെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ടല്ല. ദൈവം എപ്പോഴും എന്നോടൊപ്പമായിരുന്നു. ദൈവത്തിൻ്റെ രൂപത്തിൽ മാലാഖയായും മനുഷ്യരായുമൊക്കെ പലരും എൻ്റെ മുന്നിലെത്തി. അവരും പ്രേക്ഷകരുമാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയത്. ഇനിയും ഒപ്പമുണ്ടാകാം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഇൻപുട്ടുകളെല്ലാം വെച്ച് നോക്കിയപ്പോൾ പലരും പറഞ്ഞത് പാവപ്പെട്ട സ്ത്രീകൾക്ക് കൂടെ. പക്ഷെ നമ്മുടെ മന്ത്രിസഭ തീരുമാനിച്ചത് കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. ഓരോ സ്ത്രീയും അവർ ബസ്സിൽ കയറുമ്പോഴെല്ലാം ഞാൻ പാവപ്പെട്ടവളാണേ, ഞാൻ വിധവയാണേ, എനിക്ക് ഒരു കൺസെഷൻ തരണേ എന്ന് പറയേണ്ട ഒരു ഗതികേട് കേരളത്തിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ്. അതിൽ IAS-കാരിയായ വീട്ടമ്മയ്ക്കും നമ്മുടെ മത്സ്യത്തൊഴിലാളി അമ്മമാർക്കും ഒരുമിച്ച് ഇതെൻ്റെ ബസ്സാണ്, ഇതെൻ്റെ വാഹനമാണ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സംസ്ഥാനത്തിൻ്റെ പേര് പറയുന്നു, ഈ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നമ്മൾ പറഞ്ഞു, ഏത് സംസ്ഥാനത്തുണ്ടായാലും കോവളത്ത് വരുന്ന അമേരിക്കക്കാരിയോ ഓസ്ട്രേലിയക്കാരിയോ ജർമ്മൻകാരിയോ ഇറ്റലിക്കാരിയോ അവിടെ കയറിയാൽ പൈസ കൊടുക്കണ്ട. അതാണ് സ്ത്രീത്വം. ആ സ്ത്രീത്വത്തെ നമ്മുടെ കന്യാസ്ത്രീമാർക്കൊന്നും ഇനി പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് ഓർഡിനറി കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാലും കൊടുക്കാൻ കഴിയില്ല. 4000-ലധികം ആളുകൾ മരിക്കുന്നു. ഇന്നലെ അസംബ്ലിയിലും അത് പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഞാൻ ക്ലബിൽ പറഞ്ഞത്. നമുക്കത് 0 ആക്കുന്നതിനല്ല, 1000 ആക്കി കുറയ്ക്കാൻ എങ്ങനെ സാധിക്കും? അപ്പം 3500 പേരെയാണെന്ന് രക്ഷിക്കുന്നു. 3500 കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആൾ, മരിക്കാത്തവർ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു. ആ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത്, മരിച്ചത് 4500 ആണെങ്കിൽ മരിക്കാതെ തന്നെ എത്രയോ മാരകമായ രോഗം വന്ന് ഈ ആക്സിഡന്റ് പറ്റി
ഇരിക്കുന്ന ആളുകൾ 25,000-ത്തിലധികമാണ്. ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ കൈപ്പിഴ, ഒരു ചെറിയ മയക്കം, ഒരു ചെറിയ നിയമലംഘനം, ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പോളിയോ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് രോഗം വന്നതുകൊണ്ട് ചെറിയൊരു മയക്കം, അതെങ്ങനെ മാറ്റാൻ കഴിയും? അതിനു വേണ്ടിയിട്ടുള്ള ഒരു റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ, റോഡ് സേഫ്റ്റി ലിറ്ററസി ക്യാമ്പയിൻ എന്ന പേരിൽ നമ്മൾ ഒരു വലിയ പ്രസ്ഥാനം തന്നെ തുടങ്ങാൻ പോകുകയാണ്.